മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന. കുണ്ടറ ചീരൻകാവ് മുതൽ ആശുപത്രിമുക്ക് വരെയാണ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. 54ഓളം ബസ്സുകൾ പരിശോധിച്ചതിൽ സർവീസ് നടത്താൻ യോഗ്യമല്ലാത്ത 2 വാഹനങ്ങൾ കണ്ടെത്തി ഫിറ്റ്നസ് റദ്ദാക്കി. ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാർ, യൂണിഫോം ഇടാത്ത ഡ്രൈവർമാർ എന്നിവർക്കെതിരെ കേസെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചീരൻകാവ് മുതൽ ആശുപത്രിമുക്ക് വരെ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. 54ഓളം ബസ്സുകളാണ് പരിശോധിച്ചത്. സർവീസ് നടത്താൻ യോഗ്യമല്ലാത്ത 2 വാഹനങ്ങൾ കണ്ടെത്തി ഫിറ്റ്നസ് റദ്ദാക്കി. ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാർ, യൂണിഫോം ഇടാത്ത ഡ്രൈവർമാർ എന്നിവർക്കെതിരെ കേസെടുത്തു. ഒരു സ്വകാര്യ ബസ്സിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെത്തി. ഡോർ അടയ്ക്കാതെ സർവീസ് നടത്തിയ ബസ്സുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. അപകടകരമായി അമിതവേഗത്തിൽ പോയ ബൈക്കുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ഡിലുവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ JS അനിൽ, MVമാരായ ശരത്ത്, ജിജി അലൂഷ്യസ്, ധനൽ, രൂപേഷ്, അരുൺകൃഷ്ണൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. സ്റ്റേജ് ഗാരേജിലെ ഡ്രൈവർമാർ മദ്യവെച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മദ്യവെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു. അതുപോലെ തന്നെ തമ്പാക്ക് പോലുള്ള സാധനങ്ങളൊക്കെ വായിൽ ഇടുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരാതികൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വാർത്തകളിലൊക്കെ ഈ സംഭവം നിറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ക്രാഷായിട്ടൊരു ചെക്കിങ്ങാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. 10ഓളം ഉദ്യോഗസ്ഥർ 3 റൂട്ടും, പെരുമ്പുഴ റൂട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ചീരങ്കാവ് റൂട്ട്, പിന്നെ കൊല്ലത്തേക്ക് പോകുന്ന ലൈൻ, ഈ 3 ലൈനിലും കണ്ട കേന്ദ്രീകരിച്ചായിട്ടാണ് ഞങ്ങളിപ്പോൾ വേണ്ടൊരു 54ഓളം വാഹനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു. 2 വണ്ടികളുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അവയ്ക്കെതിരെ അവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ യൂണിഫോം ഇല്ലാതെ നിരവധി ആൾക്കാർ, അതുപോലെ തന്നെ കണ്ടക്ടർ ലൈസൻസ് തീരെ ആൾക്കാർക്കില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കണ്ടക്ടർ ലൈസൻസ് എല്ലാം കേസാക്കിയിട്ടുണ്ട്. പിന്നെ തമ്പാക്ക് ഉപയോഗിച്ച് ഒരു കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടിയിൽ ചെറിയൊരു ബോട്ടിലുണ്ടായിരുന്നു. അത് പിന്നെ ആ കേസെടുത്ത് അങ്ങ് വിട്ടു. വേറെ ഞങ്ങളുടെ കൂടെ എക്സൈസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. പിന്നെ ഡോർ അടയ്ക്കാതെ നോക്കാനായിട്ടാണ് ഞങ്ങൾ 2 പേരെയും മഫ്തിയിലവിടെ നിർത്തിയിട്ടുണ്ട്. അവർ തരുന്ന കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.